നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. അവിടെ മാവേലിക്കരയിൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ VSM ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. കീഹോൾ സർജറിയുടെ ദൃശ്യങ്ങൾ ആശുപത്രി അധികൃതർ നശിപ്പിച്ചു എന്നാണ് പരാതി. ദൃശ്യങ്ങൾ വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. വീഴ്ച മറയ്ക്കാനാണ് ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്ന് കുടുംബം 24-നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഒരുമാതിരി ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ കയറ്റി കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും വെയിൻ എന്തോ കട്ടായിട്ട് അവർ ഓപ്പൺ സർജറി ചെയ്തു. പറഞ്ഞ് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ട്, നമ്മൾ ബ്ലഡ് കയറ്റും, കൺട്രോളില്ല, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളോട് പറയുന്നത് അവർ കാർഡിയാക് അറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അവരുടെ ഭാഗം സേഫ് ആക്കി കഴിഞ്ഞ് മാത്രമാണ് അവർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു ധൃതിയായിരുന്നു അവിടുന്ന് ആ ബോഡി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നുള്ള അവരുടെ ധൃതിയായിരുന്നു അവർക്ക്. അവർ പറയുന്ന ആ ദൃശ്യങ്ങളില്ല, CD അത് അവർ പകർത്തിയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എന്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ കീഹോളായാലും ഓപ്പൺ സർജറി ഇത് CD ഉണ്ട്. CD കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് അവരുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ അശ്വിൻ, അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണ്. ഇന്നലെ ആശുപത്രി അധികൃതർ കാർഡിയാക് അറസ്റ്റാണ്, ഹൃദയാഘാതമുണ്ടായി എന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം. പക്ഷേ വളരെ ഗൗരവമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഉദര സംബന്ധമായ അസുഖത്തിന് കീഹോൾ സർജറിക്ക് വേണ്ടിയാണ് ധന്യ എന്ന 39 വയസ്സുകാരിയെ ഇന്നലെ VSM ആശുപത്രിയിൽ ഈ കീഹോൾ സർജറിക്ക് വിധേയമാക്കിയത്. പക്ഷേ ആ സർജറിക്കിടെ ഈ യുവതി മരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണമാണ് കാർഡിയാക് അറസ്റ്റ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അതല്ല, അതിനപ്പുറം ചികിത്സാ പിഴവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കീഹോൾ സർജറിക്കിടെ കരളുമായി ഹൃദയത്തിനോടടുത്ത് കിടക്കുന്ന ഒരു വാൾ, ഒരു ഞരമ്പ് പൊട്ടി എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. അത് ആശുപത്രി അധികൃതരും ഇത്തരത്തിലൊരു രക്തസ്രാവത്തിൻ്റെ സാധ്യതകൾ പറയുന്നുണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് വ്യക്തമാകണമെങ്കിൽ ഒരു വിദഗ്ധ അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട്. ആ വിദഗ്ധ അന്വേഷണം ആവശ്യപ്പെട്ട നിലവിൽ ഈ കുടുംബം ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ ആരോഗ്യമന്ത്രി ഇടപെടണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം. അതിന് പുറത്തേക്ക് ഈ കീഹോൾ സർജറി അടക്കം നടത്തുമ്പോൾ ഈ ആശുപത്രി അധികൃതർ നടത്തുന്ന കീഹോൾ സർജറിയുടെ ഉപകരണത്തിനൊപ്പം ഒരു ക്യാമറ കൂടി ഈ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ആ ക്യാമറ വഴി എന്താണ് ഇതിനുള്ളിൽ നടന്നത് എന്ന് വ്യക്തമായി മനസ്സിലാകും. ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി വ്യക്തമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ ആശുപത്രി അധികൃതർ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. ആ ദൃശ്യങ്ങൾ നൽകാനാവില്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ കുടുംബത്തിന് നൽകിയിരിക്കുന്ന മറുപടിയും. ആ ദൃശ്യങ്ങൾ വേണം എന്ന ആവശ്യം കൂടി നിലവിൽ ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അത് ലഭിക്കുമ്പോൾ എന്താണ് അകത്ത് നടന്നത്, ഈ കീഹോൾ സർജറിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നമാണോ ഈ രക്തസ്രാവം ഉണ്ടാകാൻ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും നിലവിൽ കാർഡിയാക് അറസ്റ്റാണ് മരണകാരണം എന്നുള്ളതല്ലാതെ മറ്റൊരു വിശദീകരണവും ആശുപത്രി അധികൃതർ നൽകുന്നില്ല. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനം. 2 കുഞ്ഞു കുട്ടികളാണ് ധന്യക്കുള്ളത്. നിലവിൽ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. വിദേശത്തായിരുന്ന ഭർത്താവ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വിജയകുമാർ. ശരി അശ്വിൻ, എന്തായാലും അതിൽ സമഗ്രമായ പരിശോധന, അന്വേഷണം നടക്കട്ടെ. ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.